ഇങ്ങനെ പോയാൽ എങ്ങനാടേ? ഇങ്ങനെ പോയാൽ നേരെ കോളനിയിലോട്ട് ചെല്ലും. തമാശ പറയാടെ. ചാക്കോച്ചന്റെ ചെലവിൽ എത്ര നാളെന്ന് പറഞ്ഞ എങ്ങനെ പോകുന്നവരെ പോട്ടടാ. എടാ, അയാളുടെ കയ്യില് കറൻസിയായും ഡോളറായും ചാക്കണക്കിന് പണമുണ്ട്, അറിയോ? അയ്യോ, ചാക്കോച്ചൻ വെറും ചാക്കോച്ചൻ അല്ലടാ, ദി ഫാദർ ഓഫ് ചാക്ക്. ചാക്കുകളുടെ അച്ഛൻ ചാക്കോച്ചൻ. നമ്മുടെ മെയിൻ സ്പോൺസർ അല്ലടാ. ആ, എന്നാലും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കണ്ടെത്തണ്ടേ? എന്ത് മാർഗോന്നും കൂടെ പറ. നമുക്കൊരു കാര്യം ചെയ്യാം. സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് പണം ആവശ്യപ്പെടാം. എന്ത് ബിസിനസ്? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നേരെ വീട്ടിലോട്ട് ചെന്ന് ബിസിനസ് ചെയ്യാൻ 1-2 ലക്ഷം രൂപ തരാൻ പറഞ്ഞ അയാൾ തരുവോ? തരുവടാ, തരും. ചാക്കോ സാറിന് നമ്മൾ അത്രയ്ക്ക് ഇഷ്ടമാ. നമ്മുടെ അപ്പച്ചനല്ലടാ, അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ നല്ല വ്യക്തവും വടിവെത്തതുമായ ഒരു പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നമുക്ക് പോകാൻ. എന്ത് പദ്ധതി? എടാ, ആലോചിക്കണം. ആ, ആലോചിക്ക്. ഞാനൊരു ഐഡിയ പറയാം. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പദ്ധതി. ആ, ആൾക്കാർ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള പരിപാടിയാണോന്ന് കേട്ടിട്ട് പറയാം, അല്ലേ അളിയാ? അത് മതി അളിയാ. ആദ്യം നമ്മൾ ഈ കോളനിയിലെ വീടുകളിലുള്ള 80-90 മേലെ പ്രായമുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്തിന്, സഞ്ചാര കാർഡ് അടിക്കാൻ? അല്ല, വെഡിങ് കാർഡ് അടിക്കാൻ. നീ പറ മോനെ. ഇവിടുത്തെ മിക്ക അപ്പാപ്പന്മാരുടെ മക്കളെല്ലാം ഇംഗ്ലണ്ടിലും കുവൈറ്റിലും അമേരിക്കയിലും ഒക്കെ ആണല്ലോ. അതിന് നമ്മൾ ഈ അപ്പാപ്പന്മാർക്കെല്ലാം വിസ എടുത്തു കൊടുത്ത് അവരെ മക്കളുടെ അടുത്തേക്ക് എത്തിക്കണം. ഒന്നും വേണ്ട. എന്താണ് 3 പേരും കൂടി ഒരു പുതിയ ഗൂഢാലോചന? ഒന്നുമില്ല. മേമന്റെ ഇല്ലാത്ത അന്വേഷണമൊക്കെ ഏതുവരെ? കള്ളനെ കണ്ടുപിടിച്ചോ? ആളെ കിട്ടി, തുമ്പ് ഇതുവരെ പിടികിട്ടില്ല, അല്ലേടാ? നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, ഉണ്ടോന്ന് പറ. അത്യാവശ്യത്തിനുണ്ട്. കാപ്പി കുടിക്കാൻ എത്തിയിട്ട് പറയാം. കാപ്പി കുടിച്ചിട്ട് എത്ര നാളെന്നറിയാം. എന്തു പറഞ്ഞു? എടാ, അവിടെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടൊരു വല്യപ്പനുണ്ട്. 97 വയസ്സുണ്ട്, 5 മക്കളും ഉണ്ട്. എല്ലാരും കുവൈറ്റിലും ലണ്ടനിലും പാരീസിലും അമേരിക്കയിലും ഒക്കെ ആണ്. ഈ വല്യപ്പ അടുത്ത കാലത്ത് എങ്ങനെ തട്ടിപ്പോവാൻ സാധ്യതയുണ്ടോ? പറയാൻ പറ്റില്ല അത്രേ. 2 മാസം മുമ്പ് ഇയാളൊന്നും മരിച്ചാണ്. മൂത്ത മകൻ അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. പകുതി എത്തിയപ്പോഴറിയുന്നത് ഇയാൾക്ക് ജീവനുണ്ടെന്ന്. അയാൾ വന്ന് അപ്പനെ കണ്ട് അങ്ങനെ തിരിച്ചുപോയി. ഡോക്ടർ എന്തെങ്കിലും ഹോപ്പ് പറഞ്ഞോ? പറഞ്ഞടാ, ഇനി കൂടി പോയ 2 ആഴ്ച, അതിനപ്പുറം പോകില്ല. രക്ഷപ്പെട്ടു. ഡോക്ടർ സദാശിവന്റെ പക്കൽ നിന്നും ഈ ഏജിലുള്ള പേഷ്യൻസിന്റെ ഒരു ലിസ്റ്റിംഗ് വാങ്ങിക്കണം. ഓൺലി പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അതും വിദേശത്ത് ജോലിയുള്ളവരുടെ അപ്പനപ്പന്മാരെ മാത്രം. അരവിന്ദ്, പ്ലീസ്, എന്താ നിങ്ങളുടെ പുതിയ പരിപാടി? സത്യം പറ, എന്തിനാ നിങ്ങൾ ഈ ലിസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നേ? ഏയ്, നീ നമ്മുടെ ജോബിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ? ഇല്ലടാ, ഒന്നും പറഞ്ഞില്ല. 2 എണ്ണം കൂടെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ചോദിച്ചോണ്ടിരിക്കുക. എന്താന്ന് വെച്ചാ പറയേ. റോഡിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോ ഇന്ന കാര്യത്തിനാ തല്ലുകൊള്ളുന്നെന്ന് അറിയെങ്കിലും ചെയ്യാലോ. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് പ്രൊജക്ട്? വാ. കൈവിട്ടു പോയി. നമ്മൾ ഇപ്പോൾ കണ്ട വല്യപ്പൻ, ആ വല്യപ്പൻ മരിച്ചു എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ച ഉടൻ തന്നെ ഞങ്ങൾ ആ സ്പോട്ടിലേക്ക് പാഞ്ഞെത്തുകയല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കണ്ട വല്യപ്പന്റെ കാര്യത്തിന് എടുക്കാം. മക്കളെല്ലാം ഭൂഗോളത്തിന്റെ ഏതോ മൂലയിൽ വർക്ക് ചെയ്യുന്നവരാ. മരണം സംഭവിച്ചു കഴിയുമ്പോ ആ സമയത്ത് മരണ വീട്ടിൽ സന്ദർശകരെത്തുമ്പോ ഒന്ന് ടെൻഷൻ അടിച്ച് നിൽക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ഓ, സീരിയസ് പ്രോബ്ലം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാരെ ഏർപ്പാട് ചെയ്യുന്നു. വിതുമ്പിക്കരച്ചിൽ, വിങ്ങിപ്പൊട്ടൽ, അലമുറയിട്ട് കരച്ചിൽ. കരച്ചിലിന് ഞങ്ങൾ 3 സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1, സൊസൈറ്റി ലേഡീസിന്റെ കരച്ചിൽ. എന്റെ അച്ഛൻ മരിച്ചടാ, ഹായ്ഡാ, അച്ഛൻ മരിച്ചു പോയി. ഇത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയവരുടെ കരച്ചിൽ. ഇനി വേറൊരു കരച്ചിലുണ്ട്. ഞങ്ങൾ കരഞ്ഞിട്ട് കാശ് കിട്ടാത്തപ്പോ ഞങ്ങൾ കടന്ന് കരയുന്ന കരച്ചിലാണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടത് പഠിക്കണം. ഇങ്ങനെ ഓരോ കരച്ചിലിനും ഓരോ റേറ്റ് ആണ്. റേഞ്ച് കൂടിയ കരച്ചിലിന് റേറ്റ് കൂടും. ചിലർക്ക് ലേഡീസിനാണ് ആ പ്രോബ്ലം. വലിയ വായി നില വിളിക്കാൻ അവർക്ക് ചമ്മലായിരിക്കും. അങ്ങനെയുള്ളവർ ദാ ഇങ്ങനെ ചുണ്ടിട്ട് അണിക്കാ മതി. ഞങ്ങൾ ഡബിംഗ് ആർട്ടിസ്റ്റുകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഉദാഹരണത്തിന്, എന്റെ പൊന്നു ചേട്ടാ എന്നെ ഇട്ടു പോയല്ലോ. കണ്ട, കറക്റ്റ് സിങ്കാണ്. അല്ല, കമ്പനിയുടെ പേരെന്താ പറഞ്ഞേ? ഭസ്മദോൾ മരണാനന്തര സർവീസ്.
നമ്മുടെ സിറ്റി ലൈഫിന് പറ്റിയ പേരാ. പിന്നെ ഓരോരുത്തരുടെ ആചാരം അനുസരിച്ച് നമ്മൾ സംസ്കാരം നടത്തി കൊടുക്കുന്നു. സദ്യ, സത്കാരം, പാർട്ടി, ഇഡ്ഡലി, ദോശ, സാമ്പാർ, വട, ഉഴുന്നുവട, പരിപ്പുവട, രസവട, ചായ, വിത്തൗട്ട് ചായ, അങ്ങനെ നീണ്ടു പോകുന്നു. കൂടുതൽ എന്തിനു പറയുന്നു? ബലിച്ചോറ് കൊത്തി തിന്നാനുള്ള ട്രെയിൻഡ് ബലിക്കാക്കുകളെ പോലും ഞങ്ങൾ ഇറക്കും. കേട്ട കോളിന് ഇതിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാ തോന്നുന്നത്. താങ്ക് യു. ഡിക്റ്റേറ്റീവുകളുടെ വേഷത്തിലായിരിക്കും മരണം കാത്തു കിടക്കുന്ന 90 മേൽ പ്രായമുള്ള ആൾക്കാരെ ഞങ്ങൾ കാണാൻ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. വേഷം കണ്ട് പെട്ടെന്ന് ആള് ഞെട്ടി തട്ടിപ്പോയാലും ഞങ്ങൾക്കൊരു ക്ലയന്റിനെ ഒക്കെയല്ലേ പെങ്ങളെ. ആ ക്ലൈന്റിന്റെ കയ്യിൽ വിടറാ. ഇത് എന്റെ ക്ലൈന്റ് ആണ്. ഇതെന്റെ. ഒരു സെക്കൻഡ്, കൈ ഒന്നെടുക്കൂ. ഹലോ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞങ്ങൾ ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ് നാം വായിക്കാതിട്ടതേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ കാണാൻ പോയ വല്യപ്പനില്ലേ, അയാളെ തട്ടിപ്പോയി. ഒരു സെക്കൻഡ് സാർ, ഞങ്ങൾ എത്രയും വേഗം തന്നെ ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്തോളാം. ഓക്കെ, ബൈ. നോക്കുവല്ലേ ഈ ലേഡീസിന്റെ കാര്യം എങ്ങനെയാണ്? ലേഡീസിന്റെ കാര്യം ഇരുട്ടായതിന് മുമ്പ് വീട് പറ്റാൻ നോക്ക്. Okay, Come on, boys. വെട്ടിപ്പോക്കോളൂ. ചെല്ലു, വേഗം ചെല്ലു, അല്ലെ ക്ലയന്റിന്റെ എണ്ണം കൂടും. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളു നീറുകയാണ് ബാലപ്പ. ഭാരതിയോട് ഏതോ വിവരം കെട്ട കാട്ടുപന്നി കള്ളം പറഞ്ഞു കൊടുത്തതാ. ഓ, എവിടെ ശരിയാകാനാ? ഇല്ല, ഇത് നല്ല രീതിയിൽ കലാശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൾ എന്നോട് മിണ്ടിയിട്ടോ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടോ ദിവസങ്ങൾ കുറേയായി. നീ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ നിനക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഞാനിപ്പോൾ തനിയെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ശരി ശരി. ഓ, ഹലോ, ഒരു കാര്യം ചെയ്യും, ഞാൻ 1.25 മണിക്കൂറിനുള്ളിൽ അങ്ങ് എത്താം. എത്താം. ശരി. ഓ ഓ ഓ കയറി വാടേ. ബാലപ്പനായിരിക്കും. ഡാ, കഥ കൂറ്റിയിട്ടില്ല, കയറി വാ. അയ്യോ, അവനിങ്ങാനും ഇങ്ങോട്ട് വന്ന ഇതിലൊന്നും മിച്ചം വയ്ക്കത്തില്ല. ആഹാ, സാർ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ. അയ്യോ, ഇതാര്? ഇരിക്കെ. പഴം വേണം. ഞാൻ വിചാരിച്ചു ബാലപ്പനായിരിക്കും. പിന്താ ഇന്ദ്രാണി. അല്ല, എന്താ ബിന്ദ്രാണി വിശേഷിച്ച്? ഞാൻ സാറിനെ ഭാരതി ചേച്ചി ഒന്ന് കാണാൻ വന്നതാ. എന്നെ സാറിനെ കുറിച്ച് ചേച്ചിയോട് ആരോ അടിസ്ഥാനമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. ചേച്ചിയോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ചേച്ചി എവിടെ? അവളെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. അല്ലെങ്കിൽ തന്നെ അവളോട് ബിന്ദ്രാണി സംസാരിക്കാതിരിക്കുന്ന നല്ലത്. പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന്. ഞാൻ എന്നാ പോയിട്ട് പിന്നെ ഒരിക്കൽ വരാം. പോവില്ലേ, എനിക്ക് ബിന്ദ്രാണിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അയ്യോ, എവള് കല്യാണത്തിന് പോയില്ലേ? ബിന്ദു, ചതിച്ചു. നീ ഇപ്പോ പുറത്തേക്ക് ഇറങ്ങിയ ശരിയാകത്തില്ല. ഭാരതി വന്നു. ഇവിടെ വെച്ച് ബിന്ദുവിനെ കണ്ടാ ഇവിടെ ഒരു ഭൂകമ്പം നടക്കും. ഒരു കാര്യം ചെയ്യ, ആ മുന്നിലോട്ട് ഓടിയങ്ങോട്ട്. അയ്യോ ചേട്ടാ, എന്റെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നു. നീ എവിടെ കൊണ്ടിട്ടു? പുറത്ത് കിടക്കുന്നു.
നീ കല്യാണത്തിന് പോയില്ലയോ? എനിക്ക് പോകാൻ തോന്നിയില്ല, പോയില്ല, അത്ര തന്നെ. ഹോ, എന്തൊരു ചൂട്. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. കല്യാണത്തിന് പോകാതെ നിന്നെ ഈ ഫ്രിഡ്ജ് തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത്രയും അഹങ്കാരം പാടില്ലല്ലോ. ദേ മനുഷ്യ, അങ്ങോട്ട് മാറി നിൽക്ക്. കുറച്ച് വെള്ളം എടുക്കട്ടെന്ന്. എടി അത് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, നീ അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി, അവിടെ ഇരി, ഞാൻ കൊണ്ടുവരാം വെള്ളം. അവിടെ ഇരി. ഞാൻ എടുത്തോളാന്ന്. തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. തള്ളിയിടുവല്ലോ. തുറക്കരുതെന്ന്. ചെരുപ്പോ? ഇതാരുടെ ഈ ചെരുപ്പ്? ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? അത് പിന്നെ ഞാൻ 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 വാങ്ങിയതാ. നിങ്ങളിപ്പോ ലേഡീസ് ചെരുപ്പാണോ ഉപയോഗിക്കുന്നേ? അത് അത് നിനക്ക് വേണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാ ഭാരതി. വേനൽക്കാലമല്ലേ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാമെന്ന് കടക്കാരൻ പറഞ്ഞത് കൊണ്ടാ നിനക്ക് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്തത്. അത് കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാ കേക്കുന്നേ. പിന്നല്ലാതെ ഞാനും ഇത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. എടി, എനിക്ക് നിന്നോടൊരു പിണക്കോ ഇല്ല കേട്ടോ. വാ, നമുക്കൊരു സിനിമയ്ക്ക് പോവാം. വന്നു ഇപ്പൊ തന്നെ എനിക്കൊരു സിനിമ കാണാനായിട്ട് മുട്ടി എനിക്കുക. അത് പല്ല് തുമ്മിയതാ, അല്ല പല്ല് ചലച്ചതാ. പല്ലിയോ? അവിടെ എന്തോ വീണ ശബ്ദം ഞാൻ അവിടെ കേട്ടതാ. ഞാൻ അവിടെ കേട്ടതാ ഇപ്പൊ. എടി, അതൊരു പല്ലി മോളിന്ന് പ്ലക്കോന്ന് വീണതാ. അപ്പോ പ്ലക്കോന്ന് വീണ പല്ലിയെ എനിക്ക് ഇപ്പൊ ഒന്ന് കാണില്ല. നിങ്ങൾ അങ്ങോട്ട് എനിക്ക് സിനിമയ്ക്കൊന്നും പോവണ്ട. ഇതിനകത്ത് എന്തോ ശബ്ദം ഞാൻ കേട്ടതാ. അയ്യോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞ പല്ലി? നിങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, നോക്കൂ. മനസ്സിലായി, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എന്റെ പൊന്നു ഭാര്യ, നിങ്ങൾ ഒന്നും പറയണ്ട. അപ്പൊ പറഞ്ഞതും ഞാൻ കേട്ടതും കണ്ടതും ഒക്കെ സത്യം തന്നെയല്ലേ? ചേച്ചി, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. നിന്റെ അഭിനയം ഒപ്പിയെടുക്കാൻ ഇവിടെ ക്യാമറ ഒന്നുമില്ല. പൊയ്ക്കാന്റെ മുമ്പിന്ന് പോടി ഇറങ്ങി. അയ്യോ, എനിക്ക് വയ്യ. എനിക്ക് വയ്യ. പത്ത് 12 ദിവസം വീട്ടിൽ ചെന്ന് നിന്നപ്പോ നീ നല്ലവണ്ണം തടിച്ചു കൊഴുത്തു മെലിഞ്ഞ് നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ടുണ്ട്. ഒന്ന് പോ സാറേ, കളിയാക്കാതെ. കൊച്ചമ്മ എവിടെ? വല്യമ്മ കുളിക്കാന്ന് തോന്നുന്നു, നീ വാ. സാറും കൊച്ചമ്മ എന്നാ നാട്ടിന്ന് വന്നേ? 4-5 ദിവസമായി. ഭക്ഷണമൊക്കെ പുറത്തുനിന്നായിരിക്കും കഴിച്ചത്. അയ്യോ, 2 ദിവസമായി അവൾ അടുക്കളയിൽ കയറിയത്. അയ്യോ, നിന്നാണ് സ്വീറ്റി. വളരെ സാഹസികമായിട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചത്. 2 ദിവസമായി. എന്റെ കിടപ്പ് എവിടാന്നറിയാവോ? ടോയ്ലറ്റിലാ. വാ. ഇതൊക്കെ ഞാൻ സാറിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. എങ്ങനെയുണ്ട് സാർ? നിന്റെ പേര് പോലെ തന്നെ സ്വീറ്റി. ഷുഗറാ. എന്നാലും ഉണ്ണിയപ്പത്തിന്റെ ഗ്ലാമർ കണ്ടാ തിന്നാതിരിക്കുന്നത് എങ്ങനെയാ? 5-6 സ്വീറ്റും പ്രാണനാഥനും മധുര പലഹാരങ്ങളും ഒക്കെ കൂടെ കെട്ടിച്ചുമന്നോണ്ടാണല്ലോ നിന്റെ വരവ്. എടി, നീ ഞായറാഴ്ച വരാന്ന് പറഞ്ഞ് പോയതല്ലേടി? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഞാൻ നിന്റെ ശമ്പളം കട്ട് ചെയ്യും, നോക്കിക്കോ.
നിന്റെ വേഷം ഭാവമൊക്കെ കണ്ടാ തോന്നൂലോടി നീയാ ഇവിടുത്തെ കൊച്ചമ്മേന്ന്. മതി തിന്നത്. എടി ഉണ്ണിയപ്പം ജിലേബിയൊക്കെ കൊടുത്ത് നീ ഒരുത്തി എങ്ങനെ വഷളാക്കുന്നത്? നീ ഒന്ന് തിന്നു നോക്കടി, നല്ല രുചിയാ. ഇതാ. ആണോ? ഓ, നിങ്ങൾ എന്നെ തിന്നാ മതി. ഡി അവിടെ നിക്കടി. നിന്നോടാ പറഞ്ഞ നിക്കാൻ. ഈ സാരി എവിടെ നടി? രാജാറാമിന്ന്. എത്ര രൂപയായി? 350. 350 രൂപയോ? ആ അത് കൊള്ളാലോ. വിത്ത് ബ്ലൗസ് ഉണ്ടോ? ആ ബ്ലൗസിന് വിത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടാൽ 1000 രൂപ മതിക്കും. പക്ഷേ ഇവക്ക് ഈ സാരി ഒട്ടും യോജിക്കുന്നില്ല. ആ അതെ, ഈ രാജാറാം ടെക്സ്റ്റൈൽസ് എവിടെയാ? ഞങ്ങളുടെ നാട്ടിലെ ഒരു ചെറിയ കടയാ. കൊച്ചമ്മയ്ക്ക് വേണമെങ്കിൽ അടുത്ത അവധിക്ക് പോകുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ആ ഒരെണ്ണം വാങ്ങിച്ചോണ്ട് വാ, വീട്ടിൽ കൊടുക്കാൻ കൊള്ളാം. ഹലോ, മിസ്സസ് ഖാദറാണോ? മിസ്സസ് ഖാദറോ? ഇതേ പുളിയാമ്പറമ്പിൽ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പ്രൊപ്പറേറ്റർ മിസ്സസ് അന്നമ്മ ചാക്കോച്ചനാ. ആ അയ്യോ, ചേച്ചിയായിരുന്നോ? ഞാൻ വിശാലോ ചേച്ചി. ആഹാ, വിശാലവോ? അതെന്നെ. ഷോ, ഞാൻ ഡയൽ ചെയ്ത നമ്പർ മാറിപ്പോയി. ആ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാത്രി 10:30 മണിക്ക് വിളിച്ച് വിശേഷം ചോദിക്കാൻ ഇപ്പോൾ ആര്? ഹലോ ചേച്ചി. ആ വിശാലം പറഞ്ഞോളൂ. അല്ല, ഞാൻ ആ മിസ്സസ് ഖാദറിനെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ആ വാരികളിലും പത്രത്തിലും ഒക്കെ പരാതികളും അപേക്ഷകളും ഒക്കെ വിടുന്നേ. വിശാലത്തിന് വല്ല പരാതിയോ പരിഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവ് ഏജൻസി പറഞ്ഞാ പോരെ. എത്ര പരിഭവങ്ങളാ നമ്മുടെ ചാക്കോച്ചനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതെന്നറിയാവോ? വിശാലത്തിന് ഇപ്പൊ എന്നതാ പരാതി? അല്ല ചേച്ചി, ഞാൻ ആലോചിക്കായിരുന്നു, ഈ സാരിക്കൊക്കെ ഇപ്പൊ എന്താ ഒരു വില. ബാംഗ്ലൂരിലെ ഒരു വലിയ ടെക്സ്റ്റൈൽസിലെ ഇൻഡോർ ഡിസൈൻ സലൂണിൽ നിന്നേ ഞാനൊരു സാരി വാങ്ങിച്ചു. പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്ത സാരിയാ. നീ സാരി വാങ്ങിച്ച വിവരം എന്നെ അറിയിപ്പിക്കാനല്ലടി ഫോൺ ചെയ്തത്. ഭയങ്കരി. ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ആ സാരി സാധാരണ ഹിന്ദി സ്റ്റാർസുകൾ മാത്രമേ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ സാരി ഒരെണ്ണം ഞാൻ വാങ്ങി. എന്റെ ഈശ്വരാ, എന്താ വിലയാ ചേച്ചി! 6000 രൂപ. സാരിക്കൊക്കെ ഇങ്ങനെ വില കൂടിയ സാധാരണക്കാർ എന്ത് ചെയ്യും ചേച്ചി? ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ ആ സാരിക്കേ സത്യം പറഞ്ഞാൽ വിലക്കുറവാണെന്ന് വേണം പറയാൻ. അതെന്താ? ഞാനൊരു സാരി വാങ്ങി കേട്ടോ വിശാലം. അതും വീട്ടിൽ മാത്രം കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. 9000 രൂപയായി. 9000 രൂപയോ? ആ ഞാൻ സാധാരണ പുറത്തൊക്കെ പോകുമ്പോ ഉടുക്കുന്ന സാരിക്കേ 25000 30,000 ഒക്കെ വിലയാണേ. അതെ ചേച്ചി, എന്നെ ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആഹാ, ആ വെച്ചോ. ആ ശരി. അവളുടെ ഒരു 25,000 രൂപയുടെ ചാരി പുറത്തു പോകുമ്പോ ഉടുക്കുന്നെന്ന് പുളുവ്. അപ്പോ ഗോൾ അടിച്ചത് അവരാണല്ലേ അന്നമ്മ? എന്തിനാടി 60 രൂപയുടെ 2 സാരി വാങ്ങിച്ചിട്ട് 6000 രൂപയുടെ സാരിയാണെന്ന് 60 പേരെ വിളിച്ചറിയിക്കുന്നത്? അതും ഈ അർദ്ധരാത്രിയില്. നിങ്ങൾ എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയുന്നേ അല്ലേ? അല്ല, നീ ഈ ഫോൺ വിളിക്കുന്ന കാശുണ്ടായിരുന്നെങ്കിൽ സുന്ദരമായിട്ട് 6000 രൂപയുടെ സാരി വാങ്ങാം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇന്ന് സ്യൂറ്റി ഉടുത്ത സാരി കണ്ട് മോഹിച്ചല്ലേ നീ 2 സാരി വാങ്ങിച്ചത്? അതിന് ഒന്നുമില്ല, നീ ചൂടാവാതെ. ഇന്ന് നീ ആ സ്യൂറ്റിയോട് ചൂടായി ഇടപെട്ടതൊന്നും തീരെ ശരിയായില്ല. ഓ അത് ശരി. അപ്പൊ ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞാ പൊള്ളുന്നത് നിങ്ങൾക്കാണല്ലേ? ഞാനൊരു സത്യം പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ പേരിൽ നീ കതിരെ ഒന്നും പൊട്ടിച്ചെറിഞ്ഞേക്കരുത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല. കൊറേ നാളായി ഞാനിത് ശ്രദ്ധിക്കുന്നു. പടക്കം പൊട്ടിച്ച് നീ അവളെ ഓടിക്കരുത്. വായ്ക്ക് രുചിയായിട്ട് വല്ലതും വെച്ചു വിളമ്പി തരുന്ന പെങ്കുച്ചാവാ. ഓ അവള് വരും മുമ്പേ നിങ്ങൾ 3 നേരം മൂക്കുമുട്ട ഉരുളയുരുട്ടി കയറ്റിയതേ ഈ വിശാലത്തിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. നാളെ മുതലേ അടുക്കള കയറി പാചകം ചെയ്യുന്ന ഞാനായിരിക്കും. എന്തോന്ന് കീച്ചരാ? സ്വീറ്റ് തൽക്കാലം പുറംപണിക്ക് നിക്കട്ടെ. എന്റെ അമ്മോ.
എല്ലാം കൂടെ അടിപൊളിയായിരിക്കും. എന്താ വിശാലം, രാവിലെ വല്ല കുരുതിയും നടക്കുന്നുണ്ടോ അടുക്കളയില്? കൊച്ചമ്മ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. വേണ്ട, എനിക്കറിയാം. ആരുടെ സഹായം ഒന്നും എനിക്ക് വേണ്ട. എന്റെ പൊന്നു വിശാലം, നീ കടുങ്കൈ ഒന്നും കാണിക്കാതെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോ. അതോ ഞാൻ ഫയർഫോഴ്സുകാരെ വിളിക്കണോ? അത്രയ്ക്ക് എന്നെ കളിയാക്കിയൊന്നും വേണ്ട. ആ, കൈപ്പുണ്യം ഇവക്ക് മാത്രമല്ല. ദേ ഇതൊന്ന് നോക്കിയേ. മിസ്സസ് കുര്യാത്തിയുടെ പാചക വിധി പ്രകാരം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം നല്ല അടിപൊളി ഐറ്റം. അത് ശരി. ഈ കുരുത്തോലയും തോരണമൊക്കെ എന്തിനാ? അതോ, വിഭവം റെഡിയായി പാത്രത്തിൽ വിളമ്പി കഴിഞ്ഞ പാത്രവും ഡൈനിങ് ടേബിളും ഒക്കെ അലങ്കരിക്കണം. വൈദ്യുത ദീപാലങ്കാരവും ഒരു വെടിക്കെട്ടും കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. മിക്കവാറും എനിക്ക് ഏകാദശി വ്രതമായിരിക്കും. എന്തു വേണേ പറഞ്ഞോ, പക്ഷേ 2 എണ്ണത്തിനെയും കൊണ്ട് ഇത് കഴിപ്പിച്ചേ ഞാൻ അടങ്ങൂ. ഓ എന്റെ വിധി. ലോകത്തിൽ ഇങ്ങനെ ചില രുചിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നേ നിങ്ങളൊന്ന് മനസ്സിലാക്കണമല്ലോ. ഞാൻ കൂടെ സഹായിക്കാം കൊച്ചമ്മേ. അയ്യോ വേണ്ടായേ. ദേ ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കാനുള്ള മൂളയുണ്ടെങ്കിലേ ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ വിശാലത്തിനറിയാം. നീ പോ മോളെ ദിനേശി. ആ, വരാനുള്ളത് വഴിയിൽ തങ്ങൂല. യുദ്ധരംഗത്ത് ഇതിനേക്കാൾ എത്രയോ വലിയ ക്രൂരതകൾ നേരിട്ട് കണ്ടിട്ടുള്ളവനായി ഈ കുറുപ്പ്. ഓ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ ദേ നിങ്ങൾ അവിടെ കാണാൻ പോയിരുന്ന് TV കാണിച്ചല്ലേ. സമയമാകുമ്പോ ഞാൻ വിളിക്കാം. പോ. അല്ലേ നീ ഇവിടെ നിൽക്കാനാ? എടി പോയി തുണി അലക്കടി. പൊടി. ശരി കൊച്ചമ്മ. സൂപ്പർ. ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ട്. യോ പുസ്തകം പോയി. ആ യോ യോ പേജ് മറിഞ്ഞു പോയോ?